ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആദിയും അവസാനവുമില്ലാത്ത അനന്തമായിരിക്കുന്ന ആ പരമചൈതന്യം, അതാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത്. അതിനെ നാം യഥാരൂപത്തിൽ അറിയാതെ അതിൻ്റെ രൂപാന്തരമായിരിക്കുന്ന, അതിൻ്റെ പരിണാമമായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെ സത്യമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയാണ് നാം തിരുത്തേണ്ടത്. അതിന് നാം എന്ത് ചെയ്യണം? ആദിമധ്യാന്തങ്ങളില്ലാത്തൊരാത്മാവിൽ തോന്നുമീ നാമരൂപങ്ങളെല്ലാം, തോന്നുന്നത് അജ്ഞാനം, പോറ്റുന്നതാശകൾ, ആശാനിരാസത്തിലാത്മലാഭം. ആ പരമാത്മതത്വത്തെ നാം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. അതാദ്യവുമില്ല, അതിനവസാനവുമില്ല, മധ്യവുമില്ല. അതാണ് ആദിമധ്യാന്തങ്ങൾ. ആദിയും ഇടയ്ക്കും അവസാനവും ഇല്ലാത്ത, ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്തൊരാത്മാവിൽ, ആത്മാവിന് ആദ്യവുമില്ല, മധ്യം എന്നും പറയാൻ പറ്റില്ല, അവസാനമില്ല. ആദ്യവും അവസാനവും ഉള്ളതിനെയാണ് മധ്യഭാഗമുള്ളത്. ആദ്യമില്ല അവസാനമില്ലാത്തതിന് മധ്യമില്ലല്ലോ. അതാണ് ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്തൊരാത്മാവിൽ തോന്നുമീ നാമരൂപങ്ങളെല്ലാം. അതിൽ തോന്നപ്പെടുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളും. ഇങ്ങനെ തോന്നുന്നതിനെന്താ കാരണം? അജ്ഞാനമാണ്. തോന്നുന്നത് അജ്ഞാനം. ആ അജ്ഞാനത്തെ നിലനിർത്തുന്നത് ആശകളാണ്, ആഗ്രഹങ്ങളാണ്. ഈ തോന്നപ്പെട്ട വസ്തുക്കളൊക്കെ എനിക്ക് കിട്ടണം എന്ന തോന്നലിനാണ്, അജ്ഞാനം കൊണ്ടാണ് തോന്നപ്പെടുന്നത്. ആ വസ്തു എനിക്ക് കിട്ടണം എന്ന തോന്നലാണ് ആശകൾ എന്ന് പറയുന്നത്. തോന്നുന്നത് അജ്ഞാനം, ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാമരൂപങ്ങളിലെല്ലാം നമ്മൾ ഭ്രമിക്കുന്നത്. എന്നിട്ടോ അതിനെ നിലനിർത്തുന്നത്, ഈ നാമരൂപങ്ങളെ നിലനിർത്തുന്നത് അവയിലുള്ള ആഗ്രഹങ്ങളാണ്, അവയിലുള്ള ആശയാണ്. വെള്ളം ലഭിക്കണം, മരീചിക മരുഭൂമിയിലെ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കണം എന്ന ആശയാണ് ആ ജലാശയത്തിലേക്ക് നമ്മെ ഓടിക്കുന്നത്. ആ ജലാശയം അവിടെ ഉണ്ടാവാൻ കാരണം അജ്ഞാനമാണ്. അജ്ഞാനം എന്നാൽ എന്താ? ആ ജലാശയം ഉണ്ട് എന്ന തോന്നലാണ് എന്ന അറിവില്ലായ്മ. മരുഭൂമിയിലെ ജലാശയം സത്യത്തിൽ ജലമല്ല എന്നും, അതുപോലെ അതൊരു ഭ്രമം മാത്രമാണ് എന്നും, അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയുണ്ടായി എന്നും അറിയാതിരിക്കലാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ജലാശയം ഉണ്ടെന്ന് തോന്നിയതും, ആ തോന്നിയ ജലത്തെ കുടിക്കാൻ ഓടിയതാണ് ആശ. അപ്പോൾ ആശയാണ് ആ ജലാശയത്തെ നിലനിർത്തുന്നത്. അതാണ് പറയുന്നത്, തോന്നുന്നത് അജ്ഞാനം, പോറ്റുന്നത് ആശകൾ. അതിനെ നിലനിർത്തുന്നത്, പോറ്റുക എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, ആ തോന്നലിനെ നിലനിർത്തുന്നത് ആഗ്രഹങ്ങളാണ്. ഇനിയോ സത്യം വെളിവായി കിട്ടണമെങ്കിൽ എന്ത് വേണം? ആശാനിരാസത്തിലാത്മലാഭം. ആ ആശയെ നാം നിരസിക്കണം. ആ ആശയെ വാസ്തവത്തിൽ അവിടെ ഇല്ല, വെള്ളം ഇല്ല എന്ന അറിവ്, ജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ ആ ആശയും ഇല്ലാതെയാകുന്നു, അവിടെ വെള്ളം ഉണ്ടെന്ന തോന്നലും ഇല്ലാതെയാകുന്നു. അപ്രകാരം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം തൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണ് എന്ന് ബോധ്യമാകുന്ന ഒരു സമയം നമുക്കുണ്ടാകും. അതാണ് ആദിമധ്യാന്തങ്ങളില്ലാത്തൊരാത്മാവിൽ തോന്നുമീ നാമരൂപങ്ങളെല്ലാം, തോന്നുന്നത് അജ്ഞാനം, പോറ്റുന്നത് ആശകൾ,
ആശാനിരാസത്തിലാത്മലാഭം. ആ ആശകൾ പോയാൽ മാത്രമേ ആത്മലാഭം ഉണ്ടാവുകയുള്ളൂ. ആത്മാവിനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ ആത്മജ്ഞാനം നേടുക എന്നതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശം തന്നെ. അതറിയാൻ വേണ്ടി ആ പരമാത്മാവ് തന്നെയാണ് ഈ ഉപാധിയിൽ വന്ന് ഈ ഇന്ദ്രിയദ്വാര ബഹിർഗമിച്ച് ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തൻ്റെ സ്വരൂപം മറന്നതാണ് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത്. സ്വരൂപസ്മൃതി മാത്രമാണ് ഇതിൽ നിന്നെല്ലാം മോചനം നേടാനുള്ള ഏക പോംവഴി.